വൺ ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. നമസ്കാരം പ്രേക്ഷകരെ, വൺ ടി വി വാർത്തകൾ തുടങ്ങുകയാണ്. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. പതിനാലാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വികസന സെമിനാർ നടത്തി. പി കെ കുഞ്ഞാലിക്കുട്ടി MLA സെമിനാർ ഉദ്ഘാടനം ചെയ്തു. പോരൂർ വില്ലേജ് ഓഫീസിന് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായി. ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസ് വഴി റവന്യൂ മന്ത്രി VK രാജൻ നിർവഹിച്ചു. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി രൂപീകരണം വികസന സെമിനാർ പഞ്ചായത്ത് ഹാളിൽ നടത്തി. ജനകീയ പങ്കാളിത്തത്തോടെയാണ് വരും വർഷത്തേക്കുള്ള വികസന രേഖ തയ്യാറാക്കിയത്. പ്രിയ പ്രേക്ഷകരെ, വിശദമായ വാർത്തകളിലേക്കാണ്. 14 പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്തിന്റെ 2026-27 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വികസന സെമിനാർ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്നു. പി കെ കുഞ്ഞാലിക്കുട്ടി MLA സെമിനാർ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ കാലോചിതമായ കോഴ്സുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാൻ, അതുപോലെ തന്നെ വികസനം ഉണ്ടാക്കിയ പല പ്രശ്നങ്ങളുണ്ട്. മാലിന്യ പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ജനങ്ങളുടെ ആവശ്യം വർദ്ധിച്ചപ്പോൾ ഗതാഗത ആവശ്യങ്ങൾ വൻതോതിൽ വർദ്ധിച്ചു. അതെങ്ങനെ കൊണ്ടുപോകാം? അപ്പോൾ മാസ്റ്റർ പ്ലാനുകളൊക്കെ അതിനനുസരിച്ച് പരിഷ്കരിക്കണം. പഴയ മാസ്റ്റർ പ്ലാൻ പോരാ, പുതിയ മാസ്റ്റർ പ്ലാൻ വേണം. ഇതിനൊക്കെയുള്ള ദീർഘദൃഷ്ടിയും ഇച്ഛാശക്തിയും പുതിയ കൗൺസിലും അതുപോലെ തന്നെ പുതിയ കൗൺസിൽ ഭാരവാഹികളും പ്രകടിപ്പിച്ചാൽ മാത്രമേ ഈ ആധുനിക യുഗത്തിൽ മാറിയ തലമുറയുടെ മുമ്പിൽ നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ കഴിയുള്ളൂ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി അധ്യക്ഷത വഹിച്ചു. ജില്ലയിൽ ക്യാൻസർ സെന്റർ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. വിദ്യാഭ്യാസം, IT, ആരോഗ്യം, വനിതാ ശിശുവികസനം, തൊഴിൽ, വ്യവസായം, മത്സ്യത്തൊഴിലാളി ക്ഷേമം, കൃഷി, ടൂറിസം, പ്രവാസി കാര്യം, വയോജന പാർക്കുകൾ തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധയൂന്നി പരിസ്ഥിതി സൗഹൃദ മലപ്പുറം ലക്ഷ്യമാക്കിയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷരായ ജമീല ആലിപ്പറ്റ, KT അജ്മൽ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ വെട്ടം ആലിക്കോയ, NA കരീം തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഉമ്മർ അറക്കൽ വിഷയാവതരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം KT അഷറഫ് ലക്ഷ്യമിടുന്ന പുതിയ പദ്ധതികൾ അവതരിപ്പിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ PK അസ്ലു സ്വാഗതവും സെക്രട്ടറി PM രാജീവ് നന്ദിയും പറഞ്ഞു. പോരൂർ വില്ലേജ് ഓഫീസിന് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായി. ആധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഓഫീസിന്റെ ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസ് വഴി റവന്യൂ മന്ത്രി K രാജൻ നിർവഹിച്ചു. പോരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KK പുഷ്പവല്ലി അധ്യക്ഷയായിരുന്നു. സംസ്ഥാന സർക്കാർ 50 ലക്ഷം രൂപ ചിലവിൽ പ്ലാൻ ഫണ്ടിലാണ് ആധുനിക സൗകര്യങ്ങളോടെയുള്ള കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. പ്രൊജക്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ സുബ്രഹ്മണ്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. KK സാബിറ, M മുജീബ് റഹ്മാൻ, P മുരളി, P അയൂബ് ഖാൻ, P കുട്ടിയാമു,
ചന്ദ്രൻ നീലാംബ്ര, TC ഗോപാലൻ, P ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ADM K ദേവകി സ്വാഗതവും തഹസിൽദാർ സിന്ധു നന്ദിയും പറഞ്ഞു. ജാമ്യവ്യവസ്ഥ പ്രകാരം സ്റ്റേഷനിലെത്തി ഒപ്പിടാൻ സാധിക്കില്ലെന്ന് കാണിച്ച് വണ്ടൂർ പോലീസിൽ യുവാവിൻ്റെ അതിക്രമം. പോലീസുകാരെ അസഭ്യം പറയുകയും കയ്യേറ്റത്തിന് ശ്രമിക്കുകയും ചെയ്ത കാളികാവ് സ്വദേശി വിഷ്ണുപ്രസാദ് വീണ്ടും പിടിയിലായി. മദ്യലഹരിയിൽ പ്രതി സ്റ്റേഷനിലെത്തിയാണ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നത്. വധശ്രമക്കേസ് ഉൾപ്പെടെ 11ഓളം കേസുകളിൽ പ്രതിയായ കാളികാവ് പൂങ്ങോട് സ്വദേശി മഠത്തിൽ വിഷ്ണുപ്രസാദാണ് വണ്ടൂർ പോലീസിന്റെ പിടിയിലായത്. വധശ്രമക്കേസിലെ ജാമ്യവ്യവസ്ഥ പ്രകാരം തിങ്കളാഴ്ച സ്റ്റേഷനിലെത്തി ഒപ്പിടേണ്ടതായിരുന്നു ഇയാൾ. എന്നാൽ കഴിഞ്ഞ ദിവസം സ്റ്റേഷനിലേക്ക് വിളിച്ച പ്രതി താൻ ഒപ്പിടാൻ വരില്ലെന്ന് പോലീസിനെ അറിയിച്ചു. നിർബന്ധമായും ഹാജരാകണമെന്ന് പോലീസ് കർശന നിർദ്ദേശം നൽകിയതോടെ ഫോണിലൂടെ അസഭ്യവർഷം തുടങ്ങി. ഇതിന് പിന്നാലെയാണ് പുലർച്ചെ 4 മണിയോടെ മദ്യലഹരിയിൽ ബൊലേറോ കാറിൽ ഇയാൾ സ്റ്റേഷനിലെത്തിയത്. സ്റ്റേഷനിലെ ഡ്യൂട്ടി ഉദ്യോഗസ്ഥരെ അസഭ്യം പറയുകയും കയ്യേറ്റത്തിന് ശ്രമിക്കുകയും ചെയ്ത പ്രതി അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. കഴിഞ്ഞ വർഷം നവംബറിൽ പൂങ്ങോട് മരുതുങ്ങലിൽ യുവാവിനെ ജീപ്പിടിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിലാണ് ജില്ലാ സെഷൻസ് കോടതി ഇയാൾക്ക് കർശന ജാമ്യവ്യവസ്ഥകൾ അനുവദിച്ചത്. ആഴ്ചയിൽ 2 ദിവസം വീതം പോലീസ് സ്റ്റേഷനിലും പ്രൊബേഷൻ ഓഫീസർക്ക് മുൻപിലും ഹാജരാകണമെന്നായിരുന്നു കോടതി ഉത്തരവ്. സംഭവത്തിന് ശേഷം കടന്നുകളഞ്ഞ പ്രതിയെ വൈകുന്നേരത്തോടെ വാണിയമ്പലത്ത് വെച്ച് പോലീസ് സാഹസികമായി പിടികൂടി. CI സംഗീത് പുനത്തിൽ, SIമാരായ വിഷ്ണു, വാസുദേവൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി. വണ്ടൂർ ബൈപ്പാസിൽ കാർ നിയന്ത്രണം വിട്ട് തോട്ടിലേക്ക് മറിഞ്ഞ് അപകടം. CN ഓഡിറ്റോറിയത്തിന് മുൻവശമാണ് ഇങ്ങനെയൊരു അപകടമുണ്ടായത്. അപകടത്തിൽ യാത്രക്കാരൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വണ്ടൂർ ടൗണിൽ നിന്നും കൂരാട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. സിയന്ന ഓഡിറ്റോറിയത്തിന് സമീപം എത്തിയപ്പോൾ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമാവുകയും റോഡരികിലെ തോട്ടിലേക്ക് മറിയുകയുമായിരുന്നു. കാറിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും യുവാവ് പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടത് ആശ്വാസമായി. പൂക്കോട്ടുംപാടം മാമ്പറ്റ 10 ഏക്കറിൽ പുതുതായി നിർമ്മിച്ച മസ്ജിദ് വിശ്വാസികൾക്കായി തുറന്നുകൊടുത്തു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് മസ്ജിദിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അവൻ്റെ ഹൃദയത്തിൽ ഈമാനുണ്ട്. അതിന് ശക്തമായ ഈമാൻ അൽ ഈമാൻ യസീദുവയം ഖുസൂദ മഹത്വങ്ങളാവുന്ന ഈമത്തിൻ്റെ പക്ഷം. അപ്പം അത് ഏറും ചെയ്യും കുറയും ചെയ്യും. അപ്പോൾ ശക്തിയായ ഈമാൻ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവുമ്പോഴേ ഈ പള്ളിനോടുള്ള ആദരവ് നമുക്കുണ്ടാവും. അപ്പോൾ പള്ളിയിൽ നമ്മൾ ശബ്ദം ഉണ്ടാക്കൂല. ഉമർ ഖത്താബിൻ്റെ കാലഘട്ടത്തിൽ മദീനത്തെ പള്ളിൻ്റെ സമീപത്ത് നിന്നാണ് 2 ആൾ ശബ്ദം ഉണ്ടാക്കിയത്. അപ്പോൾ ഉമർ ഖത്താബ് അവരെ വിളിച്ചു, ഇവിടെ വലിയിടാതെ പറഞ്ഞു, അത്തർഫാനി സൗത്തക്കുമാ ഇന്ത മസ്ജിദ് റസൂലില്ല, അള്ളാഹു റസൂലിൻ്റെ പള്ളിൻ്റെ അടുത്താണ് ശബ്ദം ഉണ്ടാക്കണം. നെയ്യും കുന്തുമാമിൻ അഹിൽ മദീന ഊജാഴ്ത്തുക്കുമ, നിങ്ങൾ മദീനക്കാരാണെങ്കിൽ നിങ്ങളെ ഞാൻ വേദനിപ്പിച്ചു വിടുമായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ മദീനക്കാരാണെങ്കിൽ അസർത്തുക്കുമ, ഞാൻ ഇവിടുത്തെ ഭരണകർത്താവ് എന്നുള്ള നിലക്ക്, ഇവിടുത്തെ കാവി എന്നുള്ള നിലക്ക് ഞാൻ നിശ്ചയിക്കാതായൊരു ശിക്ഷക്ക് നിങ്ങളെ വിധേയമാക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ അത്ര കണ്ട് ശക്തമായ സംഗതിയാണ്. പള്ളിൻ്റെ സമീപത്തുനിന്ന് പള്ളിയിൽ നിന്നൊക്കെ ഒരു മോമിനിക്ക് അത് കഴിയില്ല. പള്ളിൻ്റെ പഴയ കാലത്തൊക്കെ നോക്കി നമ്മൾ വാപ്പന്മാരുടെ കാലത്ത് പ്രകടനം പോകുമ്പോൾ പള്ളിൻ്റെ അടുത്ത് വരുമ്പോൾ നിർത്തും. ഇന്ന് നമ്മൾ നിർത്തുന്നില്ല, അപ്പോൾ മറ്റുള്ളവർ നിർത്തില്ല. കാരണം പള്ളിനോട് ബഹുമാനിക്കാനും ബഹുമാനിക്കപ്പെടേണ്ട ഒന്നല്ലാന്ന് നമ്മളാളുകൾക്ക് കാണിച്ചു കൊടുക്കണം. മഹ്രിബ് നിസ്കാരത്തിനും ദുവയ്ക്കും നേതൃത്വം നൽകി. തൈത്തൊടിക അവറാൻ ഇഷ്ടദാനമായി നൽകിയ 5 സെന്റും പ്രദേശവാസികൾ സ്വരൂപിച്ചു വാങ്ങിയ സ്ഥലവും ഉൾപ്പെടെ 13 സെന്റ് സ്ഥലത്താണ് 1800 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. മസ്ജിദിന്റെ നിർമ്മാണത്തിനാവശ്യമായ ധനസഹായം കൈനോട്ട് റഫീഖ് നൽകി. നിസ്കാരശേഷം പൂക്കോട്ടുംപാടം വലിയ പള്ളി ഖാസി മുഖാറക്ക് ഭാഖഫി മുഖ്യപ്രഭാഷണം നടത്തി. കോട്ടക്കുളം ജുമാ മസ്ജിദ് ഖാസി ബഷീർ ഫൈസി, അബൂബക്കർ ഹാജി, ബാപ്പുട്ടി ഫൈസി, അലി കൈനോട്ട്, NC മൊയ്തീൻ എന്നിവർ സംസാരിച്ചു. K നിഷാദ്, സിയാഹുർ റഹ്മാൻ,
അൻവർ സാദത്ത് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പ്രദേശവാസികളും മഹല്ല് കാരണവന്മാരുമടക്കം 100ഓളം പേർ ചടങ്ങിൽ പങ്കെടുത്തു. ഹെൽത്തി കേരള ആരോഗ്യ ആനന്ദം വൈബ് ഫോർ വെൽനസ് ക്യാമ്പയിന്റെ വണ്ടൂർ നിയോജക മണ്ഡലം തല ഉദ്ഘാടനം MLA പി അനിൽകുമാർ നിർവഹിച്ചു. ആരോഗ്യകരമായ ഭക്ഷണം, മതിയായ വ്യായാമം, കൃത്യമായ ഉറക്കം, ആരോഗ്യ പരിപാലനം എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണമാണ് ക്യാമ്പയിൽ ലക്ഷ്യമിടുന്നത്. ആരോഗ്യരംഗത്ത് ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും വളരെ ബോധവാന്മാരാകണം, ആകുന്നതിന് വേണ്ടിയും അതിനുവേണ്ടിയുള്ള പ്രവർത്തനം സ്വയം നടത്താറുണ്ട്. അതുകൊണ്ടാണ് ആരോഗ്യ മേഖല ഇത്രയധികം മുന്നോട്ട് പോകുന്നത്. നമുക്ക് പൊതു ആരോഗ്യ മേഖലയിലെ സ്ഥാപനങ്ങൾ, പ്രൈവറ്റ് സെക്ടറിലെ സ്ഥാപനങ്ങൾ അതൊക്കെയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മലയാളി നമ്മുടെ ആരോഗ്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണ്. ഒരു സംസ്ഥാനത്ത് എനിക്ക് തോന്നുന്നില്ല ഇത്രത്തോളം ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരുണ്ട് എന്നുള്ളത്. ഭാരതീയ ചികിത്സാ വകുപ്പ്, ഹോമിയോപ്പതി വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ക്യാമ്പയിനിലൂടെ എല്ലാവർക്കും സമഗ്രമായ ആരോഗ്യ പരിപാലനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. രാവിലെ 6:30 വണ്ടൂർ ടൗൺ സ്ക്വയറിൽ നടന്ന മാസ് യോഗത്തിൽ 100ഓളം പേർ പങ്കെടുത്തു. അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡിൽ നടന്ന ഹെൽത്ത് ചെക്കപ്പ്, ഹെൽത്ത് കാർഡ് വിതരണം, ഹെൽത്ത് എക്സ്പോ എന്നിവയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസുദ്ദീൻ KT നിർവഹിച്ചു. വണ്ടൂർ ക്യാൻസർ സെന്റർ പരിസരത്ത് ആരോഗ്യപ്രദമായ ഭക്ഷണശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഹെൽത്തി ഫുഡ് എക്സ്പോയും പാചക മത്സരവും നടത്തി. ആയുഷ് മേഖലയിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ വിവിധ ആരോഗ്യ പദ്ധതികളെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതും പരിപാടിയുടെ ഭാഗമാണ്. വണ്ടൂർ ബ്ലോക്ക് പ്രസിഡന്റ് K അമൃത അധ്യക്ഷത വഹിച്ചു. വണ്ടൂർ ഹോമിയോ ക്യാൻസർ ആശുപത്രിയിലെ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P ജസീറ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജ്ന സിയാദ്, ബ്ലോക്ക് അംഗങ്ങളായ PK മുബഷീർ, E സഫീർ ജാൻ, ഡോക്ടർ KP സാബിറ എന്നിവർ പങ്കെടുത്തു. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 സാമ്പത്തിക വർഷ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വികസന സെമിനാർ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിലാണ് വികസന സെമിനാർ നടത്തിയത്. ജനകീയ പങ്കാളിത്തത്തോടെയാണ് വരും വർഷങ്ങളിലേക്കുള്ള വികസന പദ്ധതികൾക്ക് രൂപം നൽകുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K അമൃത സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. യുക്തിസഹമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുള്ള മികച്ച വേദിയാണ് വികസന സെമിനാർ. കാർഷികം, ആരോഗ്യം, വിദ്യാഭ്യാസം, കുടിവെള്ളം, ശുചിത്വം, റോഡുകൾ, സാമൂഹ്യക്ഷേമം തുടങ്ങിയ മേഖലകളിൽ വികസന പ്രവർത്തനങ്ങൾ ഫലപ്രദമായി ആസൂത്രണം ചെയ്യാൻ ഈ ചർച്ചകൾ സഹായകമാവും. സമഗ്രവും സുസ്ഥിരവുമായ വികസനം സാധ്യമാവാൻ ജനപങ്കാളിത്തം അനിവാര്യമാണ്. ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തുറന്ന മനസ്സോടെ സ്വീകരിച്ചുകൊണ്ടാണ് ഓരോ ഗ്രാമപഞ്ചായത്തുകളും വികസന സെമിനാറും അവരുടെ പദ്ധതികളും ആവിഷ്കരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് KT ഷംസുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആസൂത്രണ സമിതി അംഗം CT ചെറി കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. കൃഷി, ആരോഗ്യം, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ മേഖലകൾക്ക് മുൻഗണന നൽകുന്നതാണ് പുതിയ പദ്ധതി. പദ്ധതി രേഖ അവതരണത്തിന് ശേഷം പ്രതിനിധികളെ വിവിധ ഗ്രൂപ്പുകളായി തിരിച്ച് വിശദമായ ചർച്ചകൾ നടന്നു. ഓരോ മേഖലയിലെയും പോരായ്മകളും പുതിയ നിർദ്ദേശങ്ങളും ക്രോഡീകരിച്ചാണ് അന്തിമ പദ്ധതിക്ക് രൂപം നൽകുന്നത്. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M അജിന സിയാദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ നിഷ K മാധവൻ, CT ഷാഹുൽ ഹമീദ്, ബ്ലോക്ക് അംഗങ്ങളായ P മുബഷീർ, സിറാജ് തുള്ളിശ്ശേരി, KM പ്രസീദ, പഞ്ചായത്ത് അംഗങ്ങളായ T ഉമ്മർകുട്ടി, EP മുഹമ്മദ് കുഞ്ഞി, P രമേശൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PT ജബീബ് സുക്കീർ, ഷൈജൽ എടപ്പറ്റ, സലാം എമങ്ങാട്, MK നാസർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് VAK തങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉദ്യോഗസ്ഥരും സെമിനാറിൽ തങ്ങളുടെ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. ഒരിടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
ആതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. പ്രിയ പ്രേക്ഷകരെ, വാർത്തകൾ തുടരുകയാണ്. മാനസികമായും ബുദ്ധിപരമായും വെല്ലുവിളി നേടുന്ന കുട്ടികളുടെ രക്ഷിതാക്കളുടെ സംഘടനയായ പരിവാർ വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ജനറൽ ബോഡി യോഗവും മെമ്പർഷിപ്പ് ക്യാമ്പയിനും നടത്തി. വണ്ടൂർ ഷറഫിയ ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ.ടി. ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഈ വണ്ടൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്നതിലുപരി ഞാൻ 24 ഭരണസമിതിക്കും നിങ്ങളോട് പറയുന്നത്, നിങ്ങളെ കൂടെ ഈ ഭരണസമിതി എല്ലാത്തിനും ഒപ്പുണ്ടാവും. ഇപ്പം നമ്മൾ ഈ വണ്ടൂരിൽ നിങ്ങളൊരു സ്കൂള് നടക്കുന്നുണ്ട്. അത് ഏറ്റവും സൗകര്യം കമ്മിയുള്ള ഒരു സ്ഥലത്തിൽ എനിക്ക് ആദ്യം അറിയാം. അത് ഞാൻ ഈ കമ്മിറ്റിൻ്റെ ആൾക്കാരെ പറഞ്ഞിട്ടുണ്ട്. അതിനു വേണ്ടി നല്ലൊരു സ്ഥലം കണ്ടെത്തി അതിനു വേണ്ടി എല്ലാ സൗകര്യങ്ങളോടും കൂടി ഓരോന്ന് കൊണ്ടുവരുന്നതിൽ ഞങ്ങൾ തന്നെ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളെ കഴിയുന്ന പരമാവധി നിങ്ങളെ സഹായം, നിങ്ങളെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ കഴിയും. പരിവാർ വണ്ടൂർ സെക്രട്ടറി എം അസൈൻ കോയ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പരിവാർ വണ്ടൂർ രക്ഷാധികാരി ശിവാനന്ദൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ജാഫർ കെ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗം ഇ പി മുഹമ്മദ് കുഞ്ഞി, പരിവാർ വണ്ടൂർ ബ്ലോക്ക് പ്രസിഡന്റ് മഹമ്മൂദ്, വണ്ടൂർ കോർഡിനേറ്റർ പി മനോജ്, അലി മമ്പാട്, ഫിറോസ് മമ്പാട് എന്നിവർ സംസാരിച്ചു. വണ്ടൂർ സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കോളേജിലെ NSS യൂണിറ്റും കോഴിക്കോട് ടൗൺ ലയൺസ് ക്ലബ്ബും സംയുക്തമായാണ് ഈ ഒരു രക്തദാന ക്യാമ്പ് നടത്തിയത്. 40ഓളം വിദ്യാർത്ഥികൾ ക്യാമ്പിൽ രക്തം ദാനം ചെയ്തു. Today we are inaugurating our blood donation camp at Sahya College, Vandoor, with the association of NSS and Lions Club of Calicut Town. Lions Blood Center is inaugurating this function today, and it's a newly started procedure, newly started blood donations and the blood bank. We are supporting nearly 5 hospitals at this moment, and we will be supporting nearly 5 districts from Calicut to Kannur, and we need your support. Thank you. കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന രക്തദാന ക്യാമ്പ് ഡയറക്ടർ കെ.ടി. അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പസിലെ യുവജനതയ്ക്കിടയിൽ രക്തദാനത്തിന്റെ പ്രാധാന്യം വളർത്തുക എന്നതാണ് ലക്ഷ്യം. NSS യൂണിറ്റും കോഴിക്കോട് ടൗൺ ലയൺസ് ക്ലബ്ബും ചേർന്നാണ് ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയത്. ചടങ്ങിൽ കാലിക്കറ്റ് ലയൺസ് ബ്ലഡ് സെന്റർ ചെയർമാൻ ഡോക്ടർ ജസ്റ്റിൻ, NSS പ്രോഗ്രാം ഓഫീസർ KC മുഹമ്മദ് ഷാഹിൻ, വളണ്ടിയർ സെക്രട്ടറിമാരായ C. അഖില ഫർവീൻ, TP അഫ്വാൻ എന്നിവർ നേതൃത്വം നൽകി. ഇന്ന് നമ്മൾ സഹ്യ ആർട്സ് ആൻഡ് കോളേജിലെ NSS യൂണിറ്റ് 254ഉം അതുപോലെ തന്നെ കാലിക്കറ്റ് ലയൺസ് ബ്ലഡ് സെന്ററും ഒരുമിച്ച് ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പാണ് ഇവിടെ നടത്തുന്നത്. അതിൽ നമുക്ക് 60ഓളം ഡൊണേറ്റ് ചെയ്യാനുള്ള ആൾക്കാർ കിട്ടിയിട്ടുണ്ട്. കുട്ടികൾ, വിദ്യാർത്ഥികളെ തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മളെ ഒപ്പമുള്ള. അപ്പോൾ ഇത് ഒരുമിച്ച് നമ്മൾ ഇവിടെ വിജയിപ്പിക്കുന്നതാണ്. പോത്തുകല്ല് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജനറൽ വിഭാഗക്കാർക്കുള്ള വയോജനങ്ങളുടെ കട്ടിൽ വിതരണം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് MA ജോസ് കട്ടിൽ വിതരണം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പഞ്ചായത്തിലെ അർഹരായ 116ഓളം വയോജനങ്ങൾക്ക് നമ്മൾ കട്ടിൽ കൊടുക്കുന്നത്. അതിൻ്റെ കട്ടിലിൻ്റെ വിതരണമാണ് ഇപ്പോൾ നമ്മൾ നടത്തുന്നത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കൊക്കെ ഏറെ ഉപകാരപ്പെട്ട ഒരു പദ്ധതിയാണ് നമ്മുടെ ഈ കട്ടിൽ വിതരണം. അത് നല്ല രീതിയിൽ നമ്മൾ റെഡ്കോയിൽ നിന്ന് കൃത്യമായ നല്ല പ്രൊഡക്റ്റ് തന്നെ വാങ്ങിയിട്ടാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു അശോകൻ സ്വാഗതം പറഞ്ഞു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ കുന്നുമൽ അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ സുലൈഖ പദ്ധതി വിശദീകരിച്ചു. മറ്റു മെമ്പർമാർ ചടങ്ങിൽ ആശംസകൾ നേർന്നു. നിലമ്പൂർ മർച്ചന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നഗരസഭാ കൗൺസിലർമാരെ ആദരിച്ചു.
നിലമ്പൂർ പാർക്ക് റെസിഡൻസിയിൽ നടന്ന പരിപാടി ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ സംവിധാനത്തിൽ എപ്പോഴും ജനപ്രതിനിധികളാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതും പിന്നെ എന്താ തീരുമാനിക്കുന്നതും. അപ്പോൾ ഒരു പോസ്റ്റ് കിട്ടുകയാണെങ്കിൽ ആ പോസ്റ്റിൽ ഇരിക്കുന്ന സമയത്ത് മാക്സിമം ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ ആ പോസ്റ്റിൽ നിന്നും പോകുമ്പോൾ ബാക്കിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അതായത് നമ്മുടെ സ്ഥലത്ത് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ പറ്റുക എന്നുള്ളതാണ് ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ഏറ്റവും ആയിട്ടുള്ള ഒരു കാര്യം. അസോസിയേഷൻ പ്രസിഡന്റ് യു നരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി വിൻസെന്റ് എ ഗോൺസാഗ സ്വാഗതം പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. ആ നന്ദി ഈ സ്വീകരണത്തിന് ഉൾക്കൊള്ളാവുന്നതിലപ്പുറം ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു കർത്തവ്യമുണ്ട്. ഓരോ സ്വീകരണവും ഞങ്ങളെ കൂടുതൽ ഊർജ്ജസ്വലരാക്കുക മാത്രമല്ല, കൂടുതൽ കർമ്മനിരതരാക്കുക കൂടിയാണ് ചെയ്യുന്നത്. ചടങ്ങിൽ എല്ലാ കൗൺസിലർമാരെയും ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് മച്ചിങ്ങൽ അബൂബക്കർ, ട്രഷറർ പി വേണുഗോപാലൻ, ജോയിന്റ് സെക്രട്ടറി അനസ് യൂണിയൻ, അനീഷ് പനോലൻ തുടങ്ങിയവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് പി ഹരിദാസ് നന്ദി പറഞ്ഞു. നിലമ്പൂർ വീട്ടിക്കുത്ത് തലശിവൻ പാർവതി ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷം സംഘടിപ്പിച്ചു. വൈവിധ്യമാർന്ന പരിപാടികളോടുകൂടിയാണ് ശിവരാത്രി ആഘോഷിച്ചത്. രാവിലെ ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് ഉഷപൂജ, ഇളനീർധാര, ജലധാര, പാൽധാര, ഉച്ചപൂജ, ഉമാമഹേശ്വര പൂജ, സർവൈശ്വര്യ പൂജ തുടങ്ങിയവ നടന്നു. വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം സാംസ്കാരിക സമ്മേളനം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് മാതൃസമിതിയുടെ തിരുവാതിരകളിയും ടീം പ്രണവാലയ മുമ്മുള്ളി അവതരിപ്പിച്ച കൈകുട്ടിക്കളിയും അരങ്ങേറി. കലാമണ്ഡലം കാർത്തിക് ശങ്കർ ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ചു. രാത്രി നരസിംഹം നൃത്ത സംഗീത ശില്പവും അരങ്ങേറി. ആഘോഷ പരിപാടികൾക്ക് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ നേതൃത്വം നൽകി. നോക്കാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പതിനാലാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വികസന സെമിനാർ നടത്തി. പി കെ കുഞ്ഞാലിക്കുട്ടി MLA സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഓരൂർ വില്ലേജ് ഓഫീസിന് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായി. ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസ് വഴി റവന്യൂ മന്ത്രി VK രാജൻ നിർവഹിച്ചു. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി രൂപീകരണം വികസന സെമിനാർ പഞ്ചായത്ത് ഹാളിൽ നടത്തി. ജനകീയ പങ്കാളിത്തത്തോടെയാണ് വരും വർഷത്തേക്കുള്ള വികസന രേഖ തയ്യാറാക്കിയത്. പ്രിയ പ്രേക്ഷകരെ, ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.